നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗാർഗി, ഇനി നിന്നോടാ എനിക്ക് ചോദിക്കാനുള്ളത്. സത്യമായിട്ട് പറയണം. ഞാൻ വിശാൽ ബ്രോയോട് നുണ പറഞ്ഞിട്ടില്ല, പറയൂല്ല. ചോദിക്ക്. അച്ഛന് നേരെ ഉണ്ടായ വധശ്രമത്തിനെ കുറിച്ച് നീ പറഞ്ഞു കാണുമല്ലോ. അറിഞ്ഞു. ആരെങ്കിലും പറഞ്ഞറിഞ്ഞോ, അതോ ആ സമയത്ത് നീ ഇവിടെ ഉണ്ടായിരുന്നോ? ബ്രോ, ആ സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു. എൻ്റെ ഒരു പ്രോഗ്രാമിന്റെ ചില ഗ്രാഫിക്സ് വർക്കുമായിട്ട് ഞാൻ സ്റ്റുഡിയോയിലായിരുന്നു. തിരിച്ചു വന്നപ്പോ ചെറിയമ്മ എന്നോട് ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞത്. നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ ചോദിച്ചാ ഒരുപാട് പേരെ സംശയിക്കേണ്ടി വരും. പക്ഷേ കൃത്യമായിട്ട് ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ലല്ലോ ബ്രോ. ചെറിയമ്മയുടെ നീ വിളിക്ക. അവളെ ഞാൻ കുന്നിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് അയച്ചിരിക്കുക. ഗോപിയുടെ പേരിൽ ഒരു നിറച്ചാർത്ത് നേർന്നിട്ടുണ്ടായിരുന്നു. അതിന് രാധയേച്ചി പറഞ്ഞു വിട്ട എന്തിനാ? എന്നോട് പറഞ്ഞ ഞാൻ പോവായിരുന്നല്ലോ. ഇവിടുത്തെ പൂജാമുറിയിൽ കത്തിച്ചൊഴിയുന്ന ആരതി തൊട്ടുവണങ്ങാൻ മടിക്കുന്നവളാ നീ. അവൾ ആ ക്ഷേത്രത്തിൽ നിറച്ചാർത്ത് നടത്താൻ പോകുന്നത്. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ഇങ്ങനെ പരസ്പരം പഴിചാരുന്ന കേൾക്കാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് സത്യം അറിയണം. ബ്രോ, ഒരു കാര്യം സത്യമാ. അച്ഛന്റെ മുറിയിലേക്ക് എന്നെയോ പാർവതിയോ കയറാൻ അമ്മയോ ആന്റിയും സമ്മതിക്കില്ല. ആ പ്രതാപൻ അങ്കിൾ അതിന് സപ്പോർട്ടുവാ. അതുകൊണ്ട് തന്നെ ഞാൻ ആ മുറിയിലോട്ട് കയറാറില്ല. വിലക്കുണ്ടെങ്കിലും പാർവതി അച്ഛന്റെ കാര്യങ്ങൾ നോക്കാറുണ്ട്. അവളിൽ നിന്നാ അച്ഛന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ഈ വീട്ടിൽ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. ആരാ ഈ ഗൂഢാലോചന നടത്തുന്നത്? എന്താ അവർക്ക് വേണ്ടത്? അത് ഞാൻ പറയില്ല ബ്രോ. ഊഹം മാത്രമാ. വ്യക്തമായൊരു തെളിവില്ലാതെ ഒരാളെ ചൂണ്ടിക്കാണിക്കുന്നത് ശരിയല്ലല്ലോ. സത്യം എന്താണെന്ന് പറയാൻ കഴിയുന്ന ആളാ അവിടെ തളർന്നു കിടക്കുന്നത്. എനിക്കറിയാം അച്ഛമ്മേ. പക്ഷേ ഗോപി അസുഖം ഭേദമായി എഴുന്നേറ്റ് വരട്ടെ മോനെ. അതുവരെ അവനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നീ ഇപ്പോൾ ചെയ്യേണ്ടത്. Wish, you should have done what you could have done. വിശാൽ സാറ് വിഷമിക്കൊന്നും വേണ്ട. സാറ് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അച്ഛനറിയാം. അച്ഛമ്മ പറഞ്ഞതാ ശരി. അച്ഛന് ഭേദമാകാൻ എന്താണോ വേണ്ടത് അത് ചെയ്യണം സർ. അച്ഛൻ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കണമെന്ന് തന്നെ എന്റെ ആഗ്രഹം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.